എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജീവിതം ഒരിക്കൽ പോലും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മാത്രം മുന്നോട്ട് പോകുന്നില്ല. ചില ദിവസങ്ങളിൽ എല്ലാം കൈവശം എന്ന പോലെ തോന്നുമ്പോൾ ചില ദിവസങ്ങളിൽ ഒന്നും നമ്മുടെ നിയന്ത്രണത്തിൽ ഇല്ലാത്തതുപോലെ അനുഭവപ്പെടും. സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ, ബന്ധങ്ങളിൽ അകലം, മനസ്സിൽ നിറയുന്ന വിഷമങ്ങൾ, ഇവയൊക്കെ ഒരുപോലെ മനുഷ്യനെ തളർത്തുന്ന ഘടകങ്ങളാണ്. ഇത്തരത്തിലുള്ള സമയങ്ങളിൽ ഒരു ചെറിയ ദൈവിക വിശ്വാസം പോലും നമുക്ക് ആശ്വാസം നൽകും. അതാണ് തൊടുകുറി പോലുള്ള ആത്മീയ രീതികൾ നമ്മെ ആകർഷിക്കുന്നതിൻ്റെ പ്രധാന കാരണം. ഇത് വെറും ഒരു പ്രവചനമോ വിനോദമോ അല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസത്തെയും ആത്മവിശ്വാസത്തെയും ഉണർത്താനുള്ള ഒരു മാർഗമാണ്. നമ്മൾ ജീവിതത്തിൽ എവിടെയാണ് നിൽക്കുന്നത്, എന്താണ് നമ്മെ പിന്നോട്ട് വലിക്കുന്നത്, എങ്ങനെ മുന്നോട്ട് പോകാം എന്നതിനെക്കുറിച്ച് ചില സൂചനകൾ നൽകുന്ന ഒരു ആത്മീയ മാർഗമാണ് ഈ റീഡിംഗ്. ഈ പ്രക്രിയയുടെ തുടക്കത്തിൽ തന്നെ ഒരു കാര്യമാണ് വളരെ പ്രധാനമായി പറയുന്നത്: മനസ്സിനെ ശാന്തമാക്കുക. പുറം ലോകത്തിൻ്റെ ശബ്ദങ്ങൾ കുറച്ച് നിങ്ങളുടെ ഉള്ളിലുള്ള ദൈവീക ശക്തിയെ അനുഭവിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ വിശ്വസിക്കുന്ന ഇഷ്ട ദൈവത്തെ മനസ്സിൽ ധ്യാനിക്കുക. ഈ ധ്യാനത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് മുന്നിൽ കാണുന്ന 2 ചിത്രങ്ങളിൽ ഒന്ന് തിരഞ്ഞെടുക്കുക: മഞ്ചാടി അല്ലെങ്കിൽ മയിൽപീലി. ഈ 2 ചിത്രങ്ങൾക്കും അതിൻ്റെതായ ആത്മീയ അർത്ഥങ്ങളുണ്ട്. മഞ്ചാടി സമ്പത്ത്, സമൃദ്ധി, ഭാഗ്യം എന്നിവയുടെ പ്രതീകമായി കണക്കാക്കുമ്പോൾ മയിൽപീലി ദോഷങ്ങൾ അകറ്റുന്ന ഒരു ദൈവീക സംരക്ഷണത്തിൻ്റെ ചിത്രമായി കരുതപ്പെടുന്നു. നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് വെറും ഒരു വസ്തുവല്ല, അത് നിങ്ങളുടെ മനസ്സിൻ്റെ ആഴങ്ങളിൽ നിന്നും വരുന്ന ഒരു തീരുമാനമാണ്. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ ജീവിതത്തിലെ നിലവിലെ അവസ്ഥയും മുന്നോട്ടുള്ള വഴികളും ഈ റീഡിംഗ് വിശദീകരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് മഞ്ചാടി തിരഞ്ഞെടുക്കുന്നവരുടെ ജീവിതത്തിലേക്ക് കടക്കാം. നിങ്ങൾ മഞ്ചാടിയാണ് തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നത് ഒരു ചെറിയ പരീക്ഷണ കാലത്തിലൂടെയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പ്രതീക്ഷിച്ച പോലെ ഫലം ലഭിക്കാത്തത് കൊണ്ട് മനസ്സിലൊരു വിഷമം നിറഞ്ഞിരിക്കാം. നിങ്ങൾ ആഗ്രഹിച്ച അവസരങ്ങൾ നിങ്ങളുടെ കൈവിട്ടു പോയതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിച്ച ചില ആളുകൾ നിങ്ങളെ അകറ്റിയതായിരിക്കാം. ഈ അനുഭവങ്ങളെല്ലാം ചേർന്ന് ഇനി എപ്പോഴാണ് എൻ്റെ ജീവിതം മാറുന്നത് എന്ന ചോദ്യമാകാം നിങ്ങളുടെ മനസ്സിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. മഞ്ചാടി തിരഞ്ഞെടുക്കുന്നവർക്ക് സാധാരണയായ ഒരു പ്രത്യേക സ്വഭാവ ഗുണമുണ്ട്. അവർ വളരെ ആത്മാർത്ഥരായിരിക്കും. അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ മുഴുവൻ മനസ്സും ആത്മാവും ഇടുന്നവരാണ്. എന്നാൽ പലപ്പോഴും ഈ ആത്മാർത്ഥത തന്നെ അവരുടെ ദുർബലതയായി മാറും. കാരണം അവർ മറ്റുള്ളവരിൽ നിന്നും അതേ സ്നേഹവും വിശ്വാസവും പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷകൾ തകർന്നാൽ അത് അവരുടെ മനസ്സിനെ വളരെ ആഴത്തിൽ ബാധിക്കും. ഈ സമയത്ത് നിങ്ങൾ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം നിങ്ങളുടെ ആത്മവിശ്വാസത്തെയും ബാധിച്ചിരിക്കാം. സാമ്പത്തിക രംഗത്തും ചില തടസ്സങ്ങൾ നേരിടുന്നുണ്ടാകാം. നിങ്ങൾ ചെയ്യുന്ന പരിശ്രമത്തിന് യോജിച്ച ഫലം ലഭിക്കുന്നില്ലെന്ന തോന്നൽ നിങ്ങൾക്കുണ്ടാകാം. ചിലപ്പോൾ ചെറിയ അവസരങ്ങൾ പോലും നിങ്ങളുടെ കൈവിട്ടു പോകുന്നത് പോലെ തോന്നാം. ഇത് നിങ്ങളെ കൂടുതൽ ആശങ്കപ്പെടുത്തുകയും ഭാവിയെക്കുറിച്ച് ഭയമുണ്ടാക്കുകയും ചെയ്യും. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഈ അവസ്ഥ സ്ഥിരമായ ഒന്നല്ല എന്നത്. ഇതൊരു ഘട്ടം മാത്രമാണ്. ഇത് കടന്നു പോകും. ഈ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആത്മവിശ്വാസം വീണ്ടെടുക്കുക എന്നതാണ്. അതിന് ഏറ്റവും ശക്തമായ മാർഗം ദൈവവിശ്വാസമാണ്. നിങ്ങളുടെ കുടുംബക്ഷേത്രം, നിങ്ങളുടെ വേരുകൾ, നിങ്ങളുടെ ആത്മീയ ബന്ധം, ഇതൊക്കെയാണ് നിങ്ങളുടെ ആത്മവിശ്വാസം വീണ്ടെടുക്കാനുള്ള ശക്തമായ മാർഗം. നേരിട്ട് ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് വളരെ ഗുണകരമാണ്. ക്ഷേത്രത്തിൻ്റെ ആന്തരിക ശക്തി, അവിടെയുള്ള ദൈവീക സാന്നിധ്യം നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുകയും നിങ്ങളുടെ ജീവിതത്തിലെ നെഗറ്റീവ് ഊർജങ്ങളെ അകറ്റുകയും ചെയ്യുന്നു. എന്നാൽ എല്ലാവർക്കും ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കണമെന്നില്ല. ചിലർ വിദേശത്തായിരിക്കാം, അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ കാരണം പോകാൻ കഴിയാതിരിക്കാം. അത്തരക്കാർക്ക് ഒരു ലളിതമായ മാർഗമാണ് ഞാൻ നിർദ്ദേശിക്കുന്നത്. ഒരു ചെറിയ നാണയം കയ്യിലെടുക്കുക. ആ നാണയം ഒരു സാധാരണ വസ്തുവല്ല, അത് നിങ്ങളുടെ പ്രശ്നങ്ങളുടെയും ദോഷങ്ങളുടെയും ഒരു പ്രതിനിധിയാണ് എന്ന് മനസ്സിൽ കാണുക. കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ഇഷ്ടദൈവത്തെ ധ്യാനിക്കുക.
നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലുമുള്ള എല്ലാ നെഗറ്റീവ് ഊർജങ്ങളും ദോഷങ്ങളും ആ നാണയത്തിലേക്ക് ആവാഹിക്കപ്പെടുന്നതായി മനസ്സിൽ ചിത്രീകരിക്കുക. ഈ പ്രക്രിയ വളരെ വിശ്വാസത്തോടെ ചെയ്യേണ്ടതാണ്. നിങ്ങളത് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ ഒരു മാറ്റം സംഭവിക്കുന്നതായി നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെടും. അതിനുശേഷം ആ നാണയം ഒരു ഭഗവതി ക്ഷേത്രത്തിലെ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുക. നിങ്ങൾ വിദേശത്തുള്ളവരാണെങ്കിൽ ഈ കർമ്മം ചെയ്തതിന് ശേഷം ആ നാണയം വൃത്തിയുള്ള ഒരു തുണിയിൽ കെട്ടി ഒരു ചെറിയ ഡപ്പയിൽ പൂജാമുറിയിൽ തന്നെ സൂക്ഷിക്കാവുന്നതാണ്. നാട്ടിലെത്തിയതിനു ശേഷം ഭഗവതി ക്ഷേത്രത്തിലെ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുക. ഇവിടെ ഭഗവതി എന്നത് ദുർഗയോ ഭദ്രകാളിയോ ആയ ദൈവരൂപങ്ങളാണ്. ഈ ദൈവശക്തികൾ ദോഷങ്ങളെ നശിപ്പിക്കുന്നവരാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിക്ഷേപിക്കുന്ന ആ നാണയം നിങ്ങളുടെ പ്രശ്നങ്ങളെ ദൈവത്തിന് സമർപ്പിക്കുന്ന ഒരു ചിഹ്നമായി മാറുന്നു. ഈ ഒരു ചെറിയ ക്രിയ നിങ്ങളുടെ മനസ്സിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. നിങ്ങൾ ഭാരമിറക്കിയതുപോലെ ഒരു ആശ്വാസം അനുഭവിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ പതിയെ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങും. അവസരങ്ങൾ വീണ്ടും നിങ്ങളുടെ വാതിൽ തട്ടിത്തുടങ്ങും. നിങ്ങൾ നഷ്ടപ്പെട്ടെന്ന് കരുതിയ ചില കാര്യങ്ങൾ പുതിയ രൂപത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരും. മഞ്ചാടി തിരഞ്ഞെടുക്കുന്നവർക്ക് ഈ സമയം ഒരു പാഠമാണ്. ജീവിതത്തിൽ എന്താണ് ശരിക്കും പ്രധാനമെന്ന് മനസ്സിലാക്കാൻ, ആരെയാണ് വിശ്വസിക്കേണ്ടത്, എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നത് പഠിപ്പിക്കുന്ന ഒരു ഘട്ടം. ഈ ഘട്ടം നിങ്ങൾ ധൈര്യത്തോടെ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ ജീവിതം കൂടുതൽ ശക്തമായ ഒരു അടിത്തറയിൽ നിൽക്കും. നിങ്ങൾ മുമ്പത്തേക്കാൾ കൂടുതൽ ആത്മവിശ്വാസത്തോടെയും വ്യക്തതയോടെയും മുന്നോട്ട് പോകാൻ തുടങ്ങും. ഇനി അടുത്തതായി മയിൽപീലി തിരഞ്ഞെടുത്തവരുടെ ഫലമാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ മയിൽപീലി തിരഞ്ഞെടുത്തുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അടുത്തിടെ സംഭവിച്ച ചില അനുഭവങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ആഴത്തിൽ ബാധിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ വിശ്വസിച്ച ആളുകളിൽ നിന്ന് ലഭിച്ച തിരിച്ചടികൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു മുറിവ് പോലെ ഇന്നും നിലനിൽക്കുന്നുണ്ടാകാം. ഒരാൾക്ക് മുന്നിൽ മനസ്സ് തുറന്ന് വിശ്വാസം നൽകുമ്പോൾ ആ വിശ്വാസം തകരുമ്പോൾ ഉണ്ടാകുന്ന വേദന വളരെ ഗൗരവമുള്ളതാണ്. അത് വെറുമൊരു സംഭവം മാത്രമല്ല, അത് നിങ്ങളുടെ ആത്മവിശ്വാസത്തെയും ഭാവിയിൽ ആളുകളെ വിശ്വസിക്കുന്ന രീതിയെയും സ്വാധീനിക്കുന്ന ഒന്നാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ വളരെ കഴിവുള്ള ഒരാളായിരിക്കാം. ബുദ്ധിയും പരിശ്രമവും കുറവില്ലാത്ത ഒരാളായിരിക്കും. എന്നാൽ ഇപ്പോൾ നിങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നം ഈ കഴിവുകൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയാത്തതാണെന്ന് തോന്നുന്നു. അതിന് പ്രധാന കാരണം നിങ്ങളുടെ ഉള്ളിലുള്ള ആകുലതയും വെപ്രാളവുമാണ്. നിങ്ങൾക്ക് മുന്നിൽ വരുന്ന അവസരങ്ങൾ പോലും ഈ മാനസികാവസ്ഥ കാരണം പൂർണ്ണമായി ഉപയോഗിക്കാൻ കഴിയാതെ പോകുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ വളരെ വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കുകയും പിന്നീട് അതിനെക്കുറിച്ച് ഖേദിക്കുകയും ചെയ്യുന്നുണ്ടാകാം. ചിലപ്പോൾ അമിതമായ ചിന്തകൾ കാരണം ഒരു തീരുമാനവും എടുക്കാൻ കഴിയാതെ പോകുന്നുണ്ടാകാം. ഈ അവസ്ഥ നിങ്ങളെ മാനസികമായി ക്ഷീണിപ്പിക്കുന്നതാണ്. ജീവിതം മുന്നോട്ട് പോകുന്നില്ലെന്ന തോന്നൽ, എല്ലാം ഒരിടത്ത് നിൽക്കുന്നത് പോലെയുള്ള അനുഭവം, ഇവയെല്ലാം ചേർന്ന് നിങ്ങളുടെ മനസ്സിനെ കൂടുതൽ ഭാരമുള്ളതാക്കുന്നു. സാമ്പത്തികമായി നിങ്ങൾക്കിപ്പോൾ സഹായം ആവശ്യമായ ഒരു ഘട്ടമായിരിക്കാം. നിങ്ങൾക്ക് കഴിവുണ്ടായിട്ടും ശരിയായ അവസരങ്ങൾ ലഭിക്കാത്തത് നിങ്ങളെ കൂടുതൽ നിരാശപ്പെടുത്തുന്നുണ്ടാകാം. എന്നാൽ എല്ലാ അവസ്ഥകളുടെയും നടുവിൽ ഒരു പ്രധാന സത്യമാണ്, നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല എന്ന സത്യം. ഒരു ദൈവിക ശക്തി, ഒരു അദൃശ്യ സംരക്ഷണം എല്ലായ്പ്പോഴും നിങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു. മയിൽപീലി എന്നത് തന്നെ ദൈവിക സംരക്ഷണത്തിൻ്റെ ഒരു പ്രതീകമാണ്. അത് നെഗറ്റീവ് ഊർജങ്ങളെ അകറ്റുകയും ജീവിതത്തിൽ ഒരു ശുദ്ധമായ ഊർജം കൊണ്ടുവരികയും ചെയ്യുന്ന ഒന്നായി കരുതപ്പെടുന്നു. നിങ്ങൾ ഈ ചിത്രം തിരഞ്ഞെടുക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഈ നെഗറ്റീവ് ശക്തികളെ നീക്കേണ്ട ഒരു സമയമാണെന്ന് സൂചിപ്പിക്കുന്നു. അതിനായി ഒരു ലളിതമായ അതുപോലെ തന്നെ ശക്തമായ ഒരു പരിഹാരമാണ് നിർദ്ദേശിക്കുന്നത്. ഉപ്പ് ഉപയോഗിച്ചുള്ള ഒരു ശുദ്ധീകരണ ക്രിയ. ഈ പരിഹാരം വളരെ ലളിതമാണ്, എന്നാൽ അതിൻ്റെ പ്രഭാവം വളരെ ആഴത്തിലുള്ളതാണ്. ഓരോ ദിവസവും രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് നിങ്ങളുടെ ആ ദിവസത്തെ എല്ലാ ജോലികളും തീർന്ന ശേഷം ഒരു നുള്ളു ഉപ്പ് കയ്യിലെടുക്കുക. ഈ ഉപ്പ് നിങ്ങളുടെ ജീവിതത്തിലെ നെഗറ്റീവ് ഊർജങ്ങളെ ആഗിരണം ചെയ്യുന്ന ഒരു ശക്തിയായി നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുക. അത് വെറും ഒരു വസ്തുവല്ല, അത് നിങ്ങളുടെ പ്രശ്നങ്ങളെ ശോഷിക്കാൻ കഴിയുന്ന ഒരു ഉപാധിയാണ്. അതിനുശേഷം ആ ഉപ്പ് നിങ്ങളുടെ തലയ്ക്ക് ചുറ്റും 3 വട്ടം ഇടത്തേക്കും 3 വട്ടം വലത്തേക്കും ഒഴിയുക.
ഈ പ്രക്രിയ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു വ്യക്തമായ ദൃശ്യമുണ്ടാകണം. നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലും അടങ്ങിയിരിക്കുന്ന എല്ലാ ദോഷങ്ങളും വിഷമങ്ങളും നെഗറ്റീവ് ചിന്തകളും ഈ ഉപ്പിലേക്ക് ആകർഷിക്കപ്പെടുകയാണ് എന്നൊരു ബോധം. ഓരോ വട്ടവും ഒഴിയുമ്പോൾ ഉള്ളിൽ നിന്നും ഒരു ഭാരവും ഇറങ്ങിപ്പോകുന്നത് പോലെ നിങ്ങൾക്ക് അനുഭവപ്പെടാം. ഈ പ്രക്രിയ കഴിഞ്ഞതിന് ശേഷം ആ ഉപ്പ് ഉടൻ തന്നെ വാഷ് ബേസിനിലോ അല്ലെങ്കിൽ ഒഴുകുന്ന വെള്ളത്തിലോ കളയുക. വെള്ളം തുറന്ന് ആ ഉപ്പ് ഒഴുകിപ്പോകുന്നത് നോക്കുക. ഈ സമയത്ത് നിങ്ങളുടെ പ്രശ്നങ്ങളും ദോഷങ്ങളും ആ വെള്ളത്തോടൊപ്പം ഒഴുകിപ്പോകുന്നുവെന്ന് മനസ്സിൽ ഉറപ്പിക്കുക. ഇത് വെറുമൊരു ഭാവന മാത്രമല്ല, നിങ്ങളുടെ മനസ്സിൻ്റെ ആഴങ്ങളിൽ നടക്കുന്ന ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ്. ഈ പരിഹാരം തുടർച്ചയായി 7 ദിവസങ്ങളിൽ ചെയ്യണം. ഈ 7 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ മനസ്സിൽ ചെറിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാനാകും. നിങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന ആകുലത കുറയാൻ തുടങ്ങും. നിങ്ങളുടെ ചിന്തകൾ കൂടുതൽ വ്യക്തത നേടും. നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കുന്നത് എളുപ്പമാകും. ഏറ്റവും പ്രധാനമായി നിങ്ങളുടെ ആത്മവിശ്വാസം പതിയെ തിരികെ വരാൻ തുടങ്ങും. മയിൽപീലി തിരഞ്ഞെടുക്കുന്നവർക്ക് ഈ സമയം ഒരു പുതുക്കലിൻ്റെ കാലഘട്ടമാണ്. നിങ്ങൾ പഴയ അനുഭവങ്ങളിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച് പുതിയൊരു ദിശയിലേക്ക് നീങ്ങേണ്ട സമയമാണിത്. നിങ്ങൾ നേരിട്ട വേദനകൾ നിങ്ങൾക്കൊരു ശക്തമായ വ്യക്തിത്വം നിർമ്മിക്കാൻ സഹായിക്കും. നിങ്ങൾ വീണ്ടും വിശ്വസിക്കാൻ പഠിക്കും. പക്ഷേ ഈ സമയം കൂടുതൽ വിവേകത്തോടെ മാത്രം. നിങ്ങൾക്ക് മുന്നിൽ വരുന്ന അവസരങ്ങൾ നിങ്ങളിപ്പോൾ കൂടുതൽ വ്യക്തതയോടെ കാണാൻ തുടങ്ങും. ജീവിതം ഒരിക്കലും ഒരേ നിലയിൽ നിൽക്കില്ല. ഇന്നുള്ള പ്രശ്നങ്ങൾ നാളെ ഇല്ലാതാകും. എന്നാൽ ആ മാറ്റം സംഭവിക്കാൻ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തുടങ്ങണം. നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുക. നിങ്ങളുടെ ആത്മവിശ്വാസം വീണ്ടെടുക്കുക. ദൈവവിശ്വാസം ശക്തമാക്കുക. ഇവയാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്ന ശക്തികൾ. മയിൽപീലി നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം അതാണ്. നിങ്ങൾ സംരക്ഷിതരാണ്. നിങ്ങൾക്ക് മുന്നിൽ ഒരു പുതിയ തുടക്കം കാത്തിരിക്കുന്നു. ഈ തൊടുകുറി റീഡിംഗ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമുണ്ടെന്നതാണ്. മഞ്ചാടി തിരഞ്ഞെടുക്കുന്നവർക്കും മയിൽപീലി തിരഞ്ഞെടുക്കുന്നവർക്കും രണ്ടുപേരുടെയും ജീവിതത്തിൽ വ്യത്യസ്തമായ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലും ഒരു പൊതു സത്യമാണ് വിശ്വാസം. നിങ്ങൾ ചെയ്യുന്ന ഓരോ പരിഹാരവും, നിങ്ങൾ പുലർത്തുന്ന ഓരോ ചിന്തയും നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നതാണ്. ദൈവവിശ്വാസം, ആത്മവിശ്വാസം, പോസിറ്റീവ് ചിന്തകൾ ഇവയാണ് നിങ്ങളുടെ ജീവിതത്തെ മാറ്റുന്ന യഥാർത്ഥ ശക്തികൾ. നിങ്ങൾ എത്ര വലിയ പ്രശ്നങ്ങൾ നേരിട്ടാലും അവയെ അതിജീവിക്കാൻ നിങ്ങൾക്കുള്ള ശക്തി നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഈ റീഡിംഗ് ആ ശക്തിയെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു മാർഗമാണ്. എല്ലാ പരിഹാരങ്ങളും പൂർണ്ണമായ വിശ്വാസത്തോടെയും ആത്മാർത്ഥതയോടെയും ചെയ്യുക. ഫലം ഉടൻ ലഭിക്കണമെന്നില്ല, പക്ഷെ തീർച്ചയായും അത് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കും. ഓരോ ദിവസവും ഒരു പുതിയ അവസരമാണ്, ഒരു പുതിയ തുടക്കമാണ്. അതിനെ ആത്മവിശ്വാസത്തോടെയും ദൈവവിശ്വാസത്തോടെയും സ്വീകരിക്കുക. നിങ്ങളുടെ ജീവിതം നിങ്ങൾ കരുതുന്നതിലും കൂടുതൽ മനോഹരമാകാൻ പോകുന്നു. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കുവാനുള്ളത്. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഈ അറിവ് പങ്കുവയ്ക്കുവാനായി വീഡിയോ ഷെയർ ചെയ്യുക. എല്ലാവരുടെയും ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും സമ്പത്തും എന്നെന്നും വന്നു ചേരട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തൊരു ഉപയോഗപ്രദമായിട്ടുള്ള വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.